എല്ലാവർക്കും നമസ്കാരം. SSCയുടെ CGL നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2026 നോട്ടിഫിക്കേഷൻ ഇത് റിലീസായിട്ടുണ്ട്. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയും തുടങ്ങിയിട്ടുണ്ട്. 21 മെയ് തൊട്ട് 22 ജൂൺ വരെ അപേക്ഷ കൊടുക്കാം. SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ കയറി അപേക്ഷ കൊടുക്കുക. ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ആപ്ലിക്കേഷൻ സ്വന്തമായിട്ട് അയക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ നമ്പർ ഈ ഒരു വീഡിയോയിലും കാണാം, അതുപോലെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് ഇടാം കേട്ടോ. ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിലും താഴെ കമൻറ്റ് ചെയ്താലും മതി. 23-ാം തീയതിക്ക് മുന്നേ നിങ്ങൾ ഫീസ് അടയ്ക്കണം. 23/6 ലാസ്റ്റ് ഡേറ്റ്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 22/6 ഫീസ് അടയ്ക്കാനാണ് 23/6. ഓക്കെ, പക്ഷേ ലാസ്റ്റിലേക്കൊന്നും വെക്കേണ്ട, സൈറ്റ് കിട്ടില്ല. നിങ്ങൾ ഒരു 18-ാം തീയതിക്കൊക്കെ മുന്നേ, ജൂൺ 18, 17 മുന്നേ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കാം. ഇനി അപേക്ഷ അയച്ചിരുന്ന സമയത്ത് അപേക്ഷ അയക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. പക്ഷേ എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊക്കെ ഈടാക്കുന്നുണ്ടാവും. 29 ജൂൺ മുതൽ ജൂലൈ 1 വരെയാണ് അതിന് സമയം കിട്ടുന്നത്. ഫസ്റ്റ് എക്സാമാണ്, 2 എക്സാം ഉണ്ട്. ഫസ്റ്റത്തെ എക്സാം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നടത്തുന്നുണ്ട്. ആ ഒരു എക്സാം ക്വാളിഫൈ ആയവർക്ക് ഡിസംബർ മാസത്തിൽ സെക്കൻഡ് ടയർ എക്സാമും കണ്ടക്ട് ചെയ്യും. അപ്പോൾ പെട്ടെന്നുള്ളൊരു സെലക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്കും ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ടാഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പർച്ചേസ് ചെയ്യുക, പഠിക്കുക. ഇതിലേക്ക് ബോയ്സിനും ഗേൾസിനും അപേക്ഷ കൊടുക്കാം. അപ്പോൾ ഓരോ പോസ്റ്റും അതിൻ്റെ സാലറി, ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ഒരുപാട് പോസ്റ്റ് വന്നിട്ടുണ്ട്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത് കൂടുമെങ്കിൽ ഞാൻ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, പോസ്റ്റല്ല ഡിപ്പാർട്ട്മെൻറ്റുകൾ നോക്കുകയാണെങ്കിൽ ഓഡിറ്റർ വരുന്നുണ്ട്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് വരുന്നുണ്ട്, IB വരുന്നുണ്ട്, ഇൻ്റലിജൻസ് ബ്യൂറോ, മിനിസ്റ്റർ ഓഫ് റെയിൽവേസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, പിന്നെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് വരുന്നുണ്ട്, കസ്റ്റംസിലേക്ക് വരുന്നുണ്ട്, എൻഫോഴ്സ്മെൻറ്റിലേക്ക്, CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് പോസ്റ്റ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. പിന്നെ NIA വരുന്നുണ്ട്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, NCB വരുന്നുണ്ട്, മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് വരുന്നുണ്ട്, പിന്നെ അതർ മിനിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റുകൾ, പിന്നെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് തുടങ്ങിയ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വാക്കൻസികൾ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഏജ് ലിമിറ്റും ഇവിടെ കാണാം. 18 to 30 വരുന്ന പോസ്റ്റുകളുണ്ട്, 20 to 30 ഉണ്ട്, 18 to 27 വരുന്ന പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങളിത് നോട്ടിഫിക്കേഷൻ കണ്ട് തന്നെ മനസ്സിലാക്കുക. കാരണം ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത് കൂടും. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ലിങ്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൽ ഞാൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ PDF പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ വാക്കൻസി 12,256 വാക്കൻസിയാണ്. ഈ ഒരു വാക്കൻസി ടെൻറ്റേറ്റീവാണ്, കൂടും. ഒരു ടൈം ആകുമ്പോൾ വാക്കൻസി കൂടും, അത് കൺഫേം തന്നെയാണ്. അപ്പോൾ ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു, 18 to 27 ആണെങ്കിൽ 2899 മുതൽ 1/8/2008 ഇടയിൽ ജനിക്കണം. 20 to 30 ആണെങ്കിൽ 2896 തൊട്ട് 1/8/2006 ആണ്. 18 to 30 ആണെങ്കിൽ 2896-നും 1/8/2008 ഇടയിൽ ജനിക്കണം. പിന്നെ 18 to 32 ആണെങ്കിൽ 2894-നും 1/8/2008. ഇതാണ് ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ ഇതുകൂടാതെ SC/ST-കാർക്ക് 5 വർഷം, OBC-കാർക്ക് 3 വർഷം, PWBD ആണെങ്കിൽ 10 വർഷം, അതിൽ OBC ആണെങ്കിൽ 13, SC/ST ആണെങ്കിൽ 15 PWBDയിൽ. പിന്നെ എക്സ്-സർവീസ്മാൻ അതിൻ്റേതായ ഇളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏജ് ലിമിറ്റും കാര്യങ്ങളും ക്ലിയറായി. അപ്പോൾ ഇനി ക്വാളിഫിക്കേഷൻ ഡൗട്ട് ഉണ്ടാവും. ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് ഡിഗ്രി, അതായത് പേര് പോലെ തന്നെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലാണ്, ഗ്രാജുവേഷൻ ഡിഗ്രി വേണം. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. 100 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. പെൺകുട്ടികൾക്ക് ഫീസ് ഇല്ല. അതുപോലെ ബോയ്സിൽ SC/ST-കാർക്ക്, PWBD-കാർക്ക്, എക്സ്-സർവീസ്മാനൊന്നും ഫീസ് വരുന്നില്ല. അപ്പോൾ ആദ്യം എക്സാം ആണെന്ന് പറഞ്ഞു. എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ വരുന്നുണ്ട്. കേരള, കർണാടക റീജിയൻ കാണാം. അവിടെ വരുന്ന സെൻറ്ററുകൾ എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ പരീക്ഷാ സെൻറ്റർ ഉണ്ട്. അപ്പോൾ കേരളത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാം. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു പ്രിഫറൻസ് കൊടുക്കാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമാണ് സെൻറ്റർ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എക്സാമിനേഷൻ സ്കീം ടയർ 1, ടയർ 2 2 എക്സാം ഉണ്ട്. ടയർ 1-ൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25 ക്വസ്റ്റ്യൻസ് 50 മാർക്കിന്, ജനറൽ അവയർനെസ് 25 50, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 50, ഇംഗ്ലീഷ് 25 50. അങ്ങനെ ടോട്ടൽ 200 മാർക്കിൻ്റെ പരീക്ഷയാണ്. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. 0.5 നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. 2 എണ്ണം റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകും. അപ്പോൾ ഈ ഒരു എക്സാം നിങ്ങൾ ക്വാളിഫൈ ആയി കട്ട് ഓഫിന് മാർക്കിന് എബവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേജ് എക്സാമിലേക്കുള്ള അഡ്മിറ്റ് കാർഡ് കിട്ടും.
സെക്കൻഡ് ടയർ എക്സാം 3 സെഷൻ ഉണ്ടായിരിക്കും. സെഷൻ 1ൽ 2 മണിക്കൂർ 15 മിനിറ്റാണ്. അതിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി, റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട്. 30 ആണ്. 30 ക്വസ്റ്റ്യൻസ് ചെയ്തായിരിക്കും രണ്ടിലേക്കും. ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് ആയിരിക്കും 180 മാർക്കിന്. ഓക്കെ, അത് കഴിഞ്ഞ് സെഷൻ 2ൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ, ജനറൽ അവയർനെസ് വരുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 45ഉം ജനറൽ അവയർനെസ് 25ആണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 70 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ. 210 മാർക്കിനാണ് പരീക്ഷ. സെഷൻ 3ൽ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആയിരിക്കും. 20 ക്വസ്റ്റ്യൻസ് 60 മാർക്കിന്. പിന്നെ സെഷൻ 4ൽ ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ പേപ്പർ 2ൽ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്. 100 ക്വസ്റ്റ്യൻസ് 200 മാർക്കിനാണ്. പേപ്പർ 3ൽ ജനറൽ സ്റ്റഡീസ്, ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ് വരുന്നുണ്ട്. 100 ക്വസ്റ്റ്യൻസ് 200 മാർക്കിന്. ഓക്കെ, ഇതാണ് എക്സാമിൻ്റെ സ്കീം. അത്യാവശ്യം നല്ലൊരു ടഫ് കോമ്പറ്റീഷനുള്ളൊരു എക്സാം ആയിരിക്കും. ഒരുപാട് പഠിക്കാനുണ്ട്. നല്ല പ്രിപ്പറേഷൻ എടുത്തോളൂ, കാരണം നല്ലൊരു എക്സാമാണ്. ഗ്രാജുവേറ്റ് ലെവൽ ഈ ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് സെറ്റാണെന്ന് തന്നെ പറയാം. അത്രയും നല്ലൊരു പോസ്റ്റാണ് വരുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. അപ്പോൾ സെൻട്രൽ എക്സൈസ് എക്സാമിനർ, പ്രിവൻറ്റീവ് ഓഫീസർ, പിന്നെ ഇൻസ്പെക്ടർ ആൻഡ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ, CBN സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സിലേക്കുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റും ഹൈറ്റും കാര്യങ്ങളും ഇവിടെ കാണാം. 157.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം, 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം, മിനിമം എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ വേണം. ഫിസിക്കൽ ടെസ്റ്റ് 1600 മീറ്റർ 15 മിനിറ്റ് കൊണ്ട് ഓടിക്കയറണം. 8 കിലോമീറ്റർ 30 മിനിറ്റ് കൊണ്ട് സൈക്ലിംഗ് ഉണ്ടായിരിക്കും. ഇതെല്ലാം നിങ്ങൾ പാസ്സാവണം. പെൺകുട്ടികൾക്ക് 152 സെൻറ്റിമീറ്റർ ഹൈറ്റും 48 കിലോഗ്രാം വെയിറ്റ് വേണം. 1 കിലോമീറ്റർ 20 മിനിറ്റ് കൊണ്ട് ഓടിക്കയറാം. 3 കിലോമീറ്റർ 25 മിനിറ്റ് കൊണ്ട് സൈക്ലിങ്ങും ഉണ്ടാവും. പിന്നെ സബ് ഇൻസ്പെക്ടർ, CBIയിലേക്കുള്ള സബ് ഇൻസ്പെക്ടറിലേക്ക് ഹൈറ്റ് ബോയ്സിന് 165ഉം ഗേൾസിന് 150 വേണം. ചെസ്റ്റ് 76 സെൻറ്റിമീറ്റർ ബോയ്സിന് വേണം. പിന്നെ സബ് ഇൻസ്പെക്ടർ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലേക്ക് ഹൈറ്റ് 170 സെൻറ്റിമീറ്റർ ബോയ്സിനും 150 ഗേൾസിനും വേണം. ചെസ്റ്റ് 76 സെൻറ്റിമീറ്റർ ബോയ്സിന് വേണം. പിന്നെ സബ് ഇൻസ്പെക്ടർ ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലേക്ക് നിങ്ങൾക്ക് 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം ആൺകുട്ടികൾക്ക്, 152 പെൺകുട്ടികൾക്ക് വേണം. ചെസ്റ്റ് 76 സെൻറ്റിമീറ്റർ വേണം. പിന്നെ ഗ്രൂപ്പ് C പോസ്റ്റിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റ് കാണാം. 1 മൈൽ റണ്ണിങ് ആയിരിക്കും. 10 മിനിറ്റാണ് ടൈം കിട്ടുന്നത്. ഓക്കെ, ഗ്രൂപ്പ് C പോസ്റ്റിലേക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. വീഡിയോ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി അയച്ചു കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് 22/6 ജൂൺ മാസം 22-ന് മുന്നേ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.